ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൈ കരുതേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണിത്. ഫസ്റ്റ് തന്നെ വേണ്ടത് എന്താണ്? നമുക്ക് വൈറ്റ് കോട്ടാണ് വേണ്ടത്. അതായത് നമുക്ക് മെയിനായിട്ടും അത് യൂസ് ചെയ്യുന്നത് സ്കിൽ ലാബിലാണ്. സ്കിൽ ലാബിലെന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊസീജിയറൊക്കെ ചെയ്ത് നോക്കാനായിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിനായിട്ടും ക്ലിനിക്സിൽ പോകുന്നത്. അപ്പോൾ സ്കിൽ ലാബിൽ നമുക്ക് പ്രൊസീജിയർ ചെയ്യാൻ കയറണമെങ്കിൽ നമുക്ക് വൈറ്റ് കോട്ട് വേണം. അത് നിർബന്ധമായും വേണം, എങ്കിലേ നമുക്ക് സ്കിൽ ലാബിൽ കയറാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഓരോ കോളേജ് ബേസ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ സ്ക്രബ് സ്യൂട്ടാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, എങ്കിൽ നമുക്ക് വൈറ്റ് കോട്ട് ക്ലിനിക്സിൽ യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കോട്ട് യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഫസ്റ്റ്ലി വേണ്ടത് വൈറ്റ് കോട്ടാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആകെ കൂടി ഫസ്റ്റ് സെമ്മിലുള്ള പ്രൊസീജിയർ എന്തെന്ന് വെച്ചാൽ ഹിസ്റ്ററി കളക്ഷനും അതേപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷനുമാണ്. അപ്പോൾ ഹിസ്റ്ററി കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ പറയുന്നതെല്ലാം നോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ മെയിനായിട്ട് വേണ്ടുന്നത് എന്താണ്? ഒരു നോട്ട് പാഡാണ്. അത് മസ്റ്റാണ്. നമ്മൾ അവർ പറയുന്ന സംഭവങ്ങളെല്ലാം നോട്ട് ചെയ്തെടുക്കുന്നത് ആ നോട്ട് പാഡിലായിരിക്കും. അപ്പോൾ അത് വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ആകെ കൂടിയുള്ള പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. സോ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? അതിലൊരു പ്രൊസീജിയറാണ് വൈറ്റൽ സയൻസ്. സോ വൈറ്റൽ സയൻസിൽ നമുക്ക് വേണ്ടുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി തെർമോമീറ്റർ ആണ്. സോ തെർമോമീറ്റർ ഒരു ആർട്ടിക്കിൾസ് ആണ്, നമുക്ക് വേണം. സോ തെർമോമീറ്റർ നമുക്ക് വേണം. അതേപോലെ തന്നെ നമുക്ക് സ്തെത്തും വേണം. സ്തെത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്കൾട്ടേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് മാസ്ക് ആണ്. അത് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അത് നമ്മൾ കൈ കരുതിയിരിക്കണം. പിന്നെ നമുക്കൊരു പൗച്ച് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതിനകത്താണ് നമ്മൾ പെൻടോർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടുന്നതാണ്. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് പെൻ, അതായത് ബ്ലൂ, റെഡ്, ഗ്രീൻ, അതൊക്കെ നമ്മൾ കൈ കരുതിയിരിക്കണം. നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നു, പിന്നെ ഇതുകൂടി ലെക്ചറിനോട്ടുകൂടി കമ്പൈൻ ചെയ്ത് പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് A4 സൈസ് പേപ്പർ, റിക്വയർമെൻറ്റ്സ് എല്ലാം എഴുതാൻ A4 സൈസ് പേപ്പർ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് സ്കെച്ച്, മാർക്കർ, സ്കെയിൽ, അതെല്ലാം വേണം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ടെക്സ്റ്റ് ഏതാണോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി, നഴ്സിംഗ് ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇത്ര സബ്ജക്റ്റാണ് ഉള്ളത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമുക്ക് കോളേജ് ബേസ് ചെയ്ത് നടത്തുന്ന ഒരു എക്സാമാണ്. പക്ഷേ അതായത് ഇൻറ്റേർണൽ എക്സാമാണ്. നമുക്ക് എക്സാം ഉണ്ടാകും, അതായത് സാർ തരുന്നു, ആ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പഠിക്കുന്നു, എഴുതുന്നു, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വരുന്നത് അനാട്ടമി. അനാട്ടമിയിൽ ഞാൻ ഫോളോ ചെയ്തത് ആശാലത ടെക്സ്റ്റ് ബുക്കാണ്, അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഇനി അടുത്ത ഫിസിയോളജി, അതായത് ഗീത, അതാണ് ഓതറിൻ്റെ നെയിം, അതാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് മാഡം പ്രിൻറ്റഡ് നോട്ട്സ് തരുമായിരുന്നു, അപ്പോൾ അതാണ് മെയിനായിട്ടും പഠിച്ചിരുന്നത്, അത് വെച്ചാണ് പഠിച്ചിരുന്നത്. പിന്നെ സോഷ്യോളജി ആണെങ്കിൽ ക്ലിമൻറ്റ്, അതാണ് യൂസ് ചെയ്തിരുന്നത്. സൈക്കോളജി ആണെങ്കിൽ ശ്രീവാണി. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്ക്. പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിരുന്നത് പോട്ടർ ആൻഡ് പെറി. അപ്പോൾ ഇത്രയാണ് ഞാൻ യൂസ് ചെയ്തിരുന്ന ടെക്സ്റ്റ് ബുക്ക്. ഇനി സെക്കൻഡ് സെമ്മിനെ പറ്റി പറയാനാണെങ്കിൽ ന്യൂട്രീഷൻ, അതേപോലെ തന്നെ ബയോ കെമിസ്ട്രി, പിന്നെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ, ഇതായിരുന്നു സബ്ജക്ട്. നഴ്സിംഗ് ഫൗണ്ടേഷൻ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന സെയിം ടെക്സ്റ്റ് തന്നെയാണ് സെക്കൻഡ് സെമ്മിലും പഠിക്കുന്നത്. ന്യൂട്രീഷൻ ആണെങ്കിൽ ദിവ്യ ചൗധരി, ഈ ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഞങ്ങൾ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ബയോ കെമിസ്ട്രിക്ക് സത്യം പറഞ്ഞാൽ മാഡം ഞങ്ങൾക്ക് പ്രിൻറ്റഡ് നോട്ട്സ് തരുമായിരുന്നു. സോ അത് മാത്രം വെച്ചാണ് പഠിച്ച് എക്സാം എഴുതിയത്. പിന്നെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ആണെങ്കിൽ സാറ് വന്നിട്ട് നമുക്ക് പറഞ്ഞു തരും, അത് ഇൻറ്റേർണൽ എക്സാമാണ്, കോളേജിൽ നടത്തുന്നതാണ്. നമുക്ക് അത് പഠിച്ചിട്ട് തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.